നമസ്കാരം. 2025 തുടങ്ങിയതേയുള്ളൂ. ഇക്കാലയളവിനുള്ളിൽ കേരളത്തെ ഞെട്ടിച്ച നിരവധി കൊലപാതക പരമ്പരകളാണ് കടന്നുപോയത്. ലഹരിയുടെ പുറത്തും പകമൂലവും വ്യക്തമായ കാരണമില്ലാതെയും നിരവധി കുറ്റകൃത്യങ്ങൾ. സ്വന്തം ചോരയെന്നോ സ്വന്തമെന്നോ അമ്മയെന്നോ പോലും നോക്കാതെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ. കോഴിക്കോട് സ്വന്തം അമ്മയെ ലഹരിക്കടിമയായ മകൻ കൊലപ്പെടുത്തി. നെന്മാറ ഇരട്ടക്കൊലപാതകം. ചെന്തമംഗലം കൂട്ടക്കൊലപാതകം. ബാലരാമപുരത്തെ 2 വയസ്സുകാരുടെ കൊലപാതകം. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം. താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ കൊലപാതകം. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട കലങ്ങൂരിലെ ഇരട്ടക്കൊലപാതകം. 2025 കടന്ന് അധികമാകും മുൻപ് ഇക്കഴിഞ്ഞ ജനുവരി 26 ചെന്തമംഗലത്ത് നാടിനെ നടുക്കിയ ആദ്യത്തെ കൂട്ടക്കൊല നടന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അയൽക്കാരനായ ഋതു എന്ന ചെറുപ്പക്കാരനായിരുന്നു പ്രതി. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. ഋതു പരിസരവാസികളായ സ്ത്രീകളെ സ്ഥിരം ശല്യം ചെയ്യുന്ന ആളാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ആക്രമണം നേരിട്ട കുടുംബവുമായും ഋതു നേരത്തെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. പ്രതി ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം പക തീർന്നു എന്ന് ഋതു വിളിച്ചു പറഞ്ഞു. ഇരുമ്പ് ദണ്ട് കൊണ്ട് തലക്കടിച്ചും കത്തി കൊണ്ട് കുത്തിയുമായിരുന്നു ഋതു കൊലപാതകം നടത്തിയത്. ഈ സംഭവം കഴിഞ്ഞ് അധികമാകില്ല. ജനുവരി 18 കേരളത്തെ ഞെട്ടിച്ച് കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊന്നുവെന്ന വാർത്ത പുറത്തു വന്നു. ലഹരിക്കടിമയായ ആഷിഖാണ് സ്വന്തം പെറ്റമ്മയെ കണ്ണിൽ ചോരയില്ലാതെ കൊലപ്പെടുത്തിയത്. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് പൂർണ്ണമായും കിടപ്പിലായിരുന്ന സുഹൈദയെയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത്. പോലീസ് പിടികൂടിയപ്പോൾ ആഷിഖ് ഒരു കാര്യം പറഞ്ഞു. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പിലാക്കിയതെന്ന്. മനുഷ്യ മനസ്സ് മരവിച്ചു പോകുന്ന വാക്ക്. ഞെട്ടൽ മാറിയില്ല. 10 ദിവസത്തിനുള്ളിൽ വീണ്ടും ജനുവരി 27 പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകം. നെന്മാറ സ്വദേശി ചെന്താമരയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. 2019 താൻ കൊന്ന സജിത എന്ന സ്ത്രീയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 6 മുറിവുകളും ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകളും കണ്ടെത്തി. കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതി ചെന്താമരയെ 2 ദിവസം കൊണ്ടാണ് പിടികൂടാനായത്. പോലീസുകാരെ വട്ടം കറക്കിച്ചും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ശേഷവുമാണ് ചെന്താമര പിടിയിലാകുന്നത്. പട്ടാപ്പകൽ നടത്തിയ കൊലപാതകത്തിന് ശേഷം ചെന്താമര നെല്ലിയാമ്പതി കാടുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ചെന്താമരയ്ക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് ജനുവരി 28 രാത്രി 10 മണിയോടെ വീടിന് സമീപത്തു നിന്നും പിടിയിലാവുകയായിരുന്നു. ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടലും മാറിയിരുന്നില്ല. അങ്ങനെയിരിക്കെ ജനുവരി 30 മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കാണാതായ 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് തിരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സ് കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടക്കം മുതലേ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഒടുവിൽ അന്വേഷണം എത്തുന്നത് കൊലപാതകത്തിൽ തന്നെയായിരുന്നു. കേസിൽ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞിന്റെ അമ്മ ഇയാളുടെ സഹോദരിയായ ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നും ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത്. 1 മാസം തികഞ്ഞില്ല. അപ്പോഴേക്കും കേരളത്തെ നടുക്കി അടുത്ത വാർത്തയെത്തി. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട്ടിലേത്. അവിശ്വസനീയമായ കൊടും ക്രൂരമായ ഒരു കൊലപാതകം. സ്വന്തം കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും 13 വയസ്സ് മാത്രമുള്ള കുഞ്ഞനുജനെയും ഒരു ദയയും കൂടാതെ ഒരു 23-കാരൻ അടിച്ചു കൊന്നു. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി 3 5 പേരാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങളെല്ലാം നടന്നത്. ദിവസങ്ങൾക്ക് ശേഷം അടുത്ത വാർത്ത എത്തി. കോഴിക്കോട് താമരശ്ശേരിയിൽ SSLC വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് നടത്തിയ ഏറ്റുമുട്ടലിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു എന്ന്. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അതിക്രൂരമായി ഷഹബാസിനെ കൊലപ്പെടുത്തിയത്.
പിന്നാലെയാണ് കേരളത്തെ ഞെട്ടിച്ച് പത്തനംതിട്ട കലങ്ങൂരിൽ കഴിഞ്ഞ ദിവസം ഇരട്ട കൊലപാതകം നടന്നത്. കലങ്ങൂർ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്ക് രഹസ്യ ഫോൺ ഉണ്ടായിരുന്നത് ബൈജു കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാട്സാപ്പ് ചാറ്റിൽ വൈഷ്ണവിയും വിഷ്ണുവുമായുള്ള അടുപ്പം വ്യക്തമായി. ബൈജു ഫോൺ പരിശോധിക്കുന്നത് കണ്ട വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ബൈജുവിന്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ മാറി അമ്മയ്ക്കൊപ്പം വാടകയ്ക്കാണ് വിഷ്ണു താമസിച്ചിരുന്നത്. വിഷ്ണുവിന്റെ വീട്ടിലെ കതകിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ച വൈഷ്ണവിയെ പിന്നാലെ എത്തിയ ബൈജു കൊടുവാള് കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. പിന്നാലെ വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.